പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ കല്ലറക്കടവിൽ കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. ഇന്ന് രാവിലെ 6:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട കൊന്നമൂട് സ്വദേശി നബീൽ നിസാമിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേരെ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ കല്ലറക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇതിൽ ഒരാളുടെ മൃതദേഹം അന്നേ ദിവസം കണ്ടെത്തിയിരുന്നു. അജിസൽ അജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരുന്നത്. തുടർന്ന് രണ്ടാമത്തെയാൾക്കായി തിരച്ചിൽ വ്യാപകമാക്കിയിരുന്നുവെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള സന്നദ്ധ സേവന വിഭാഗമായ ടീം നന്മക്കൂട്ടം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെ വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തിയത്. വെളുപ്പിനെ 4 മണി മുതൽ തുടങ്ങിയ തിരച്ചിലിൽ രാവിലെ 6:30യോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. നമസ്കാരം. ഈരാറ്റുപേട്ടയിൽ നിന്ന് നന്മക്കൂട്ടത്തിൻ്റെ പ്രവർത്തനമാണ്. രാവിലെ വെളുപ്പിനെ 4 മണിക്കാണ് ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇവിടെ വന്നത്. ഏതാണ്ട് വന്ന് ബോട്ടുമായിട്ട് ഇറങ്ങി ഒരു 6:30-7 മണിക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറത്ത് കൊടുന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബോഡി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ബോഡി ഫയർഫോഴ്സും ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകളും ഉണ്ടായിരുന്നു, നാട്ടുകാരും ഉണ്ടായിരുന്നു. ബോഡി നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ സംഭവമായിരുന്നു. 2 വിദ്യാർത്ഥികളുടെ നഷ്ടം വലിയ വലുതായിരുന്നു. എന്തായാലും അതിലൊരു പയ്യനെ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ കിട്ടുകയുണ്ടായി. രണ്ടാമത്തെ പയ്യനായിട്ട് നമ്മൾ ഇന്നലെ വലിയ രീതിയിൽ തെരച്ചിൽ നടത്തുകയുണ്ടായി. തെരച്ചിൽ നേതൃത്വം കൊടുത്ത ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയിട്ടുള്ള ടീം നന്മക്കൂട്ടവും ഒപ്പം ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ സഹകരിച്ച് നാട്ടുകാരൊക്കെ സഹകരിച്ച് തന്നെ കാര്യമായ രീതിയിലുള്ള തിരച്ചിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും അതിരാവിലെ ഇന്നലെ എന്നാൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് രാവിലെ തന്നെ ടീം നന്മക്കൂട്ടം ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി തന്നെ ഈ സംഭവ സ്ഥലത്തെത്തുകയും അവർ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. രാവിലെ തന്നെ തൊട്ട് താഴെയുള്ള, അതായത് നമ്മൾ ഈ കല്ലറക്കടവിൽ നിന്ന് 200 മീറ്റർ താഴെയുള്ള സ്ഥലത്ത് വെച്ചാണ് പയ്യന്റെ മൃതദേഹം കിട്ടിയത്. ഈ ഉദ്യമത്തിൽ വളരെ 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 നല്ല നിലയിൽ പ്രവർത്തിച്ച ധാരാളം ആൾക്കാരുണ്ട്. നമുക്കറിയാം, ടീം നന്മക്കൂട്ടം എടുത്തു പറയേണ്ടതാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് മറ്റ് യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഭാഗമായി തന്നെ ടീം നന്മക്കൂട്ടം ഇവിടെ വരികയും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം നാട്ടുകാരെത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യം എത്തുന്നത് അവരാണ്. കാര്യം ഇന്നലെ രാവിലെയും ഏതാണ്ട് 5:45-6 മണിയായപ്പോൾ തന്നെ അവരെ ഈ സംഭവ സ്ഥലത്തെത്തുകയുണ്ടായി. ഇന്നും അതേപോലെ തന്നെ രാവിലെ എത്തിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രവൃത്തി അവർ ആരംഭിക്കുകയുണ്ടായി. അവരെടുത്തു പറയേണ്ടതാണ്. അവർ ഈ നാട്ടുകാരെന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഈരാറ്റുപേട്ട ടീം നന്മക്കൂട്ടത്തിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ തന്നെ സംയുക്തമായി നിന്നുകൊണ്ട് ഇതിന് വേണ്ടി പ്രവർത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നാട്ടുകാരുണ്ടായിരുന്നു, ഒപ്പം നഗരസഭയിലേക്ക് വിവിധ കൗൺസിലർമാര് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി അവിടെ ഒരുമിച്ച് നിന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഇന്ന് പയ്യന്റെ മൃതദേഹം ഇപ്പം രാവിലെ ലഭിച്ച മൃതദേഹം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തുടർന്ന് പോസ്റ്റ്മോർട്ടം ശേഷമാണ് മറ്റ് കർമ്മങ്ങളിലേക്ക് പോവുക.